ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ അൽ മുഅറബ് വൽ മബ്നി എന്ന അധ്യായത്തിൽ ഇസ്മുകളിൽ ആരാണ് മബ്നി, ആരാണ് മുഅറബ്, എന്തുകൊണ്ടാണ് ഇസ്മുകളിൽ ചിലത് മബ്നി, എന്തുകൊണ്ടാണ് ഇസ്മുകളിൽ ചിലത് മുഅറബ്, ഇതാണ് നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത്. ഗ്രന്ഥകാരൻ്റെ വരികളെ, 3 വരികളെ വിശദീകരിച്ച്. ഇനി നമ്മുടെ ഗ്രന്ഥകാരൻ ഇബ്നു മാലിക് റഹിമഹുല്ല ഫിഅലുകളിൽ ആരാണ് മബ്നി, ആരാണ് മുഅറബ്, അതാണ് വിശദീകരിക്കുന്നത്. ഫിഅലുകളിൽ ആരാണ് മബ്നി, ആരാണ് മുഅറബ്. നമുക്കറിയാം ഫിഅലുകൾ മാദി ഉണ്ട്, പിന്നെ മുദാരി ഉണ്ട്, പിന്നെ അമ്രുണ്ട്. ഫിഅൽ മാദി അത് ഭൂതകാല ക്രിയയാണ്. അപ്പം ദറബ ഫിഅലാണ്, മാദിയായ ഫിഅലാണ്. ദറബ അടിച്ചു. ഒരു കാലത്തെ അറിയിക്കുന്ന ലഫ്ളാണ് ഫിഅൽ. അത് ഭൂതകാലത്തെ അറിയിക്കുമ്പോൾ അതാണ് മാദി. മുദാരി വർത്തമാന ഭാവി കാലക്രിയക്കാണ് പറയുക, വർത്തമാന ഭാവി കാലക്രിയക്ക്. അമ്ര കൽപ്പനക്രിയയാണ്. ഇദ്രിബ്, അപ്പോൾ ഇവിടെ യദ്രിബു എന്നുള്ളത് മുദാരിയാണ്. യദ്രിബു അടിക്കുന്നു, അടിക്കും. ഇത് ഫിഅൽ മുദാരിയാണ്. കാരണം അത് ഹാലിനെയും ഇസ്തിഖ്ബാലിനെയും, വർത്തമാനത്തെയും ഭാവിയെയാണ് അറിയിക്കുന്നത്. യദ്രിബു. പിന്നെ ഫിഅലുൽ അമ്ര ഫിഅൽ അത് കൽപ്പനയെ അറിയിക്കുന്നതാണ്. ഇപ്പം ഇദ്രിബ്, നീ അടിക്കുക. അപ്പോൾ നമുക്ക് അൽ ഫിഅലുൽ മാദി, ഫിഅലുൽ മുദാരിഇ, ഫിഅലുൽ അമ്ർ. ഫിഅലുൽ മാദിയായ അൽ ഫിഅലുൽ മാദി ഉണ്ട്. അതേപോലെ തന്നെ ഫിഅലുൽ മുദാരിഇൻ്റെ ഫിഅലുണ്ട്. പിന്നെ ഫിഅലുൽ അമ്ര ഫിഅലുണ്ട്. കൽപ്പനക്രിയ, വർത്തമാന ഭാവി കാലക്രിയ, ഭൂതകാലക്രിയ. ഈ 3 ഇനങ്ങളിൽ ആരാണ് മബ്നി, ആരാണ് മുഅറബ്, അതെങ്ങനെ, ഇതാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുന്നത്. അതിൽ ഈ ക്ലാസ്സിൽ നമുക്ക് അമ്ര ഫിഅലിനെ കുറിച്ചും മാദിയായ ഫിഅലിനെ കുറിച്ചും മനസ്സിലാക്കാം. പിന്നെ മുദാരിയായ ഫിഅലിനെ കുറിച്ച് അടുത്ത വരി കൂടി പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുക. കാരണം വഫിഅലു അംരിൻ വമുദിയിൻ ബുനിയ വഅറബു മുദാരിഅൻ ഇൻ ആരിയ മിൻ നൂനി തൗകീദിൻ മുബാശിരിൻ വമിൻ നൂനി ഇനാസിൻ കയറുന മൻഫുത്തിൻ. അല്ലേ, ഈ ഒരു വരി അതുകൂടി ഇതിലേക്ക് ചേരുമ്പോഴാണ് ഈ പകുതി ഭാഗത്തിൻ്റെ ആശയം പൂർണ്ണമാക്കുക. ഏതായാലും നമുക്കിത് മനസ്സിലാക്കാം. ഗ്രന്ഥകാരൻ പറയുന്നു, വഫിഅലു അമ്രിൻ്റെ ഫിഅൽ ഇദ്രിബ്, ഇഫ്അൽ, ഇഫ്തഹ്, ഉദ്ഖുൽ, ഇങ്ങനെ കൽപ്പനക്രിയ, അതാണ് ഫിഅൽ അമ്ർ. വമുദിയിൻ എന്ന് പറഞ്ഞാൽ മാദിയായ ഫിഅൽ, ഭൂതകാലക്രിയ. വഫിഅലു അംരിൻ വഫിഅലു മുദിയിൻ, അമ്രിൻ്റെ ഫിഅലും മാദിയായ ഫിഅലും ബുനിയ എന്ന് പറഞ്ഞാൽ അവ രണ്ടും മബ്നിയാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവ രണ്ടും മബ്നിയാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ കൽപ്പനക്രിയയും എന്തായിരിക്കും? എല്ലാ കൽപ്പനക്രിയയും മബ്നിയായിരിക്കും. എല്ലാ മാദിയായ ക്രിയയും മബ്നിയായിരിക്കും. അതാണ് നമ്മുടെ ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി കൽപ്പനക്രിയകളെ നോക്കാം. അതേപോലെ തന്നെ മാദിയായ ഫിഅലുകളെയും നോക്കാം. അപ്പോൾ
ഉദാഹരണത്തിന് ഇഫ്തഹ് 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 എന്ന് പറഞ്ഞാൽ നീ തുറക്ക് എന്നർത്ഥം. നീ തുറക്ക്. ഇഫ്തഹ് എന്നുള്ളതിനെ പറയുമ്പോൾ ഫിഉലു അംരിൻ മബ്നിയിൻ അല സുകൂൻ എന്ന് പറയുന്നത്. ഇഫ്തഹ് എന്നുള്ളത് ഫിഉലു അംരിൻ, അംറിൻ്റെ ഫിഉലാകുന്നു. മബ്നിയിൻ, അത് മബ്നിയുമാകുന്നു. ഇഫ്തഹ് മബ്നിയാണ്. മബ്നി ഏതിന്മേലാണ്? അല സുക്കൂൻ, സുക്കൂനിന്മേൽ. എന്താ ഇഫ്തഹ് ഹ് എന്നുള്ള സുക്കൂൻ. അപ്പോൾ പിന്നെ ഇങ്ങനെയാണ്. ഇനി ഇഫ്തഹ എന്ന് പറയുമ്പോൾ രണ്ടാളോട് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇഫ്തഹ ഒരാളവിടെ ആണല്ലോ. ഇഫ്തഹ ഉണ്ടോ? അവിടെ ഇങ്ങനെ തന്നെ ഫിഉലു അംരിൻ മബ്നിയിൻ അലൽ ഫത്ഹി ഉണ്ടോ? ഇവിടെ ഹ എന്നുള്ളത് ഫതഹത്താണ്. അപ്പോൾ ഫതഹത്തിന്മേലാണ് മബ്നി. ഇവിടെ ഇഫ്തഹ് സുക്കൂനാണ്, സുക്കൂനിന്മേലാണ് മബ്നി. ഉണ്ടോ? ഇവിടെ ഇഫ്തഹ് നീ തുറക്കുക എന്നാണ്. അപ്പോൾ ഫായിൽ ഉണ്ടല്ലോ, അത് അതിൽ അൻത എന്നടങ്ങിയ ദമീറാണ്. അൻത ഇഫ്തഹ് അൻത, നീ തുറക്കുക എന്നാണ്. നീ എന്നുള്ളത് ഇവിടെ നിർബന്ധമായിട്ട് മുസ്തത്തിറാണ്, മറഞ്ഞിരിക്കുന്ന ഫായിലാണ്. എന്നാൽ ഇഫ്തഹ എന്നുള്ളടത്ത് ഇഫ്തഹ നിങ്ങൾ രണ്ടുപേർ തുറക്കൂ എന്നാണ്. അപ്പോൾ ഫിഉലു അംരിൻ മബ്നിയുൻ അലൽ ഫത്ഹി ആണ്. പക്ഷേ ഈ അലിഫ് ഉണ്ട് ഇവിടെ, അല്ലേ? അലിഫ് അത് പിന്നെ ഫായിലാണ്. ഇവിടെ അലിഫു തസ്നിയാണ്, ദ്വിവചനത്തെ അറിയിക്കാനുള്ള അലിഫാണ്, അത് ഫായിലാണ് ഇവിടെ ഈ ഒരു പിന്നെ ഉദാഹരണത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് അംർ ഫിഉലുകൾ. അതേപോലെ ഇനി ഇഫ്തഹു എന്നാകുമ്പോൾ ഫിഉൽ അംർ മബ്നിയുൻ അല ദമ്മി, മബ്നിയുൻ അല ദമ്മി ഇഫ്തഹു ഉണ്ടോ? വാവുൽ ജമാഅയാണ്. ഇഫ്തഹു എന്നുള്ളിടത്ത് ഇഫ്തഹു ഇഫ്തഹു അവിടെ മബ്നിയുൻ അല ദമ്മി ഉണ്ടോ? വാവുൽ ജമാഅയാണ്. കുറേ ആളുകളോട് തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇഫ്തഹു ഉണ്ടോ? ആ വാവാണ് ഇവിടെ ഫായിൽ, കർത്താവായിട്ടുള്ളത്. അപ്പോൾ ഫിഉൽ അംർ എല്ലാം മബ്നിയാണ്. അതേപോലെ തന്നെ വമുദിയിൻ മാദിയായ ഫിഉലും മബ്നിയാണ്. മാദിയായ ഫിഉലിന് നമുക്കിനി ഉദാഹരണം എഴുതാം. അപ്പോൾ ഫഅല പ്രവർത്തിച്ചു. എങ്ങനെ നമ്മൾ അതിനെ പിന്നെ പറയുമ്പോൾ ഫിഉലു മാദിൻ മബ്നിയിൻ അലൽ ഫത്ഹി മബ്നിയുൻ അലൽ ഫത്ഹി ഫഅല ഫിഉലു മാദിൻ. ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നർത്ഥം. അത് മാദിയായ ഫിഅലാണ്. മബ്നിയിൻ ഫഅല എന്നുള്ളത് മബ്നിയാണ്. കാരണം മാദിയായ ഫിഅലായതുകൊണ്ട് അത് മബ്നിയാണ്. മബ്നിയിൻ അല ഏഷ്, ഏതിന്മേലാണ് മബ്നി? അലൽ ഫത്ഹി, അലൽ ഫത്ഹി, ഫത്ഹിന്മേൽ മബ്നിയാണ്. അതിൻ്റെ ഫായിൽ കർത്താവ് അത് അതിലുള്ള ദമീറാണ്. പിന്നെ ഹുവ ഫഅല ഹുവ അവൻ പ്രവർത്തിച്ചു എന്നാണ്. അപ്പോൾ ഹുവ എന്നുള്ള ദമീർ അതിൽ മുസ്തത്തിറാണ്. അതിന് ഇവിടെ ഇഫ്തഹ് എന്നുള്ളിടത്ത് വുജൂബൻ അൻതയാണ്, ഇവിടെ ജവാസൻ ഹുവ എന്നുള്ളതാണ്. വ്യാകരണത്തിൻ്റെ ചില പിന്നെ പ്രയോഗങ്ങളാണത്. ഇനി ഇവിടെ ഇത് ഫഅല എന്നാണെങ്കിലോ ഫഅല ഉണ്ടോ? ഇതേപോലെ തന്നെ ഫഅല ഫിഉലു മാദിൻ മബ്നിയിൻ അലൽ ഫത്ഹി ഉണ്ടോ? ഫഅല. പിന്നെ ഇവിടെ അലിഫുണ്ട്. ആ അലിഫ് തസ്നിയാണ്. രണ്ടാൾ പ്രവർത്തിച്ചു എന്നാണ്. അവർ രണ്ടുപേർ പ്രവർത്തിച്ചു. ആ രണ്ടുപേർ എന്നുള്ളത് അറിയിക്കണം ഈ അലിഫ്. ആ അലിഫാണ് അതിൻ്റെ കർത്താവ്, ഫാഇൽ. ഈ അലിഫ് ഫാഇലാണ്. ഇനി ഫഅലു ഉണ്ടോ? ഫഅലു എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഫിഉലു മാദിയാണ്. മബ്നിയുൻ അല ദമ്മി ഉണ്ടോ? മബ്നിയുൻ അല ദമ്മി
വാവുൽ ജമാഅയാണ്. കാരണം ഫഅലു അവർ പ്രവർത്തിച്ചു എന്നാണ്. ആ അവർ എന്നുള്ളത് കൊണ്ടുവന്നത് ഈ വാവാണ്. ആ വാവാണ് അവിടുത്തെ ഫാഇൽ, കർത്താവ്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ഇതിൻ്റെ എല്ലാ സീഖകളും ഇവിടെ ഇഫ്തഹ്, ഇഫ്തഹ, ഇഫ്തഹു, ഇഫ്തഹി, ഇഫ്തഹ, ഇഫ്തഹ്ന, അവിടെയൊക്കെ എന്ത് ചെയ്യും? ഇതേപോലെ പിന്നെ പറയും. പക്ഷെ ഒക്കെ എന്താണ്? ഫെയിൽ അംറുൻ മബിനിയാണ്. എല്ലാത്തും ഫെയിൽ അംർ മബിനിയാണ്. പിന്നെ ആ മബിനി ഏതിന്മേലാണ്? സുക്കൂൻമേലാണ്, ഫതഹിന്മേലാണ്, ചിലത് കസ്റത്തിന്മേലാണ്. ഇങ്ങനെ ഇനി ഇവിടെ ഫെയിൽ മാദിയിൽ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഫഅല, ഫഅല, ഫഅലു, ഫഅലത്, ഫഅലത്. ഫെയിൽ മാദി മബ്നിയുൻ അലൽ ഫത്ഹാൻ. താഉ തൈനീസ് അസാക്കിനിയാണ്. താഉ തൈനീസ് അസാക്കിനിയാണ്. പിന്നെ അത് സ്ത്രീലിംഗാണെന്ന് അറിയിക്കാനുള്ള പിന്നെ ത ആണ്. അതേപോലെ ഫഅലത, ഫഅൽന, ഇതൊക്കെ എന്താണ്? മബ്നിയാണ്. ഫെയിൽ മാദി മബ്നി. ഇനി ഫഅൽത, ഫഅൽതുമ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ എന്താണ്? ഫിഉൽ മാദി മബ്നി, ഫിഉൽ മാദി മബ്നി, ഫിഉൽ മാദി മബ്നി. പിന്നെ മബ്നി ഏത്? അതതിന് പിന്നെ അതിൻ്റെ പിന്നെ സീഖക്കനുസരിച്ച്, വസിനനുസരിച്ച് പിന്നെ വ്യത്യാസപ്പെടും. ഏതായാലും ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് വഫിഉലു അംറിൻ വമുദിയ്യിൻ ബുനിയ. അംർ ഫിഉൽ, വമുദിയ്യിൻ ഫിഉൽ മുദി, മാദിയായ ഫിഉൽ, അതും ബുനിയ മബിനിയാക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മളിവിടെ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഭാഗ്യം. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് മുദാരിയാണ്. മുദാരിയായ ഫിഉൽ അല്ലേ? അതെപ്പോഴാണ് മബിനിയാകുക? എല്ലാ അവസ്ഥയിലും മബിനിയാവില്ല. മാദീനെ പോലെ എല്ലാ അവസ്ഥയിലും, അമറിനെ പോലെ എല്ലാ അവസ്ഥയിലും മബിനിയാവില്ല. പിന്നെയോ മുദാരിയായ ഫിഉൽ, വർത്തമാന ഭാവികാല ക്രിയ, അത് മബിനിയാകുന്ന അവസ്ഥകളുണ്ട്, മുറബാകുന്ന അവസ്ഥയുണ്ട്. അതിന് രണ്ടവസ്ഥയും വരും. അപ്പോൾ അത് ഏതാണ് അവസ്ഥ? അത് നമുക്ക് ഈ അടുത്ത വരി കൂടി എഴുതി അർത്ഥം വച്ചതിന് ശേഷം ഇതിനെല്ലാം മനസ്സിലാക്കാം.